ഇങ്ങനെല്ലാം കീറിയിട്ടിരുന്നാൽ ഉണങ്ങിക്കോളും. ഇഷ്ടംപോലെ വിറക് ചൂട്ടും മടലും കൊണ്ട് നമുക്ക് എല്ലാ പറമ്പുകളിൽ നിന്നും വിറക് ശേഖരിക്കാവുന്നേ ഉള്ളൂ. ഈ ഗ്യാസിന് ക്ഷാമ സമയത്ത് ഇതുപോലെ എല്ലാവരും കളക്ട് ചെയ്താൽ ഈ കേരളത്തിന് ഗ്യാസിന് വേണ്ടി നെട്ടോട്ട് ഓടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇതിനെയൊക്കെല്ലാം കയറി ഉപയോഗിക്കാമെന്നാണ് ഈ വിറകെല്ലാം. താഴത്തെ എൻ്റെ ചുള്ളിയൊക്കെ എടുത്ത് നമുക്ക് കത്തിക്കാൻ എളുപ്പമുണ്ട്. കേട്ടോ, ഇങ്ങോട്ട് നോക്കി ഇത് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന വിറകുകളുണ്ടോ. നമുക്ക് 2-3 മാസത്തേക്ക് ഒരു യുദ്ധമോ പ്രശ്നമോ ഉണ്ടായാൽ 3-4 മാസം ഓടിയുണ്ട്. ഇങ്ങോട്ടെല്ലാം വിറകുണ്ട്. ഗ്യാസിന് ക്ഷാമത്തെ നമുക്ക് അതിജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. എല്ലാവരും ഇതുവരെ മനസ്സ് വെച്ചാൽ തെങ്ങിൻ തോപ്പുകൾ ഇഷ്ടം വേണ്ട, ഉടമസ്ഥരോടൊന്ന് ചോദിച്ചാൽ മതി. ചോദിക്കാതെ എടുക്കാം, ചോദിച്ചെടുക്കുന്നത് നല്ലത്. ഇഷ്ടംപോലെ നമുക്ക് ഈ ചൂട്ടും മടലും ഒക്കെ ഉണ്ട് കത്തിക്കാനായിട്ട്. പിന്നെ വിറകുകൾ ഇതുപോലത്തെ റബ്ബർ മരങ്ങൾ ഇഷ്ടംപോലെ വീഴുന്നുണ്ട്. റബ്ബറിൻ്റെ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ ക്ഷാമത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ശ്രമിക്കാം. നന്ദി. ഈ കാലത്ത്, ഈ യുദ്ധകാലത്ത് ഈ വിറകിന് നമ്മുടെ ഗ്യാസിന് ഭയങ്കര ക്ഷാമമാണ്. അതുകൊണ്ട് വിറക് ഉപയോഗിക്കണം. കണ്ടോ, നമ്മുടെ വീട്ടമ്മ വിറക് ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുക. അതിന് പ്രത്യേക രുചിയാണ്. അത് കാലത്തിലാണെങ്കിൽ മൺകാലത്തിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതുപോലെ വിറകുകൾ ഉപയോഗിക്കണം. വിറകുകളൊന്ന് ശേഖരിക്കണം. വിറകുകൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഞാനിവിടെ ചൂട്ടും മടലും എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിക്കാം. എല്ലാ നമുക്ക് പൈസ മുടക്കാതെ തന്നെ നമുക്ക് ബയോഗ്യാസുകൾ, ഈ ഗ്യാസുകൾ ഉണ്ടാക്കാൻ പറ്റും. ബയോഗ്യാസ് വെച്ച് ഉണ്ടാക്കാം. അല്ലാത്ത ഗ്യാസ് വിറകിലുള്ള ഫ്യൂവൽ വിറകുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ചൂട്ടും മടലും അതുപോലെ തന്നെ റബ്ബറിൻ്റെ കമ്പുകളെല്ലാം ഉണങ്ങി കിട്ടും. അതെല്ലാം ഇവിടെ ശേഖരിച്ച് വെച്ച് ഇപ്പോൾ ഈ സമയത്ത് ഉപയോഗിക്കണം. അല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ല, ഗ്യാസ് നമ്മൾ പരമാവധി കുറയ്ക്കണം. ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന വിറകുകൾ പരമാവധി ഉപയോഗിക്കുക. ഓക്കെ.